സോഷ്യൽ മീഡിയയിൽ ഒരു വിശ്വാസി വേദനയോടെ പങ്കുവച്ച ഒരു ഈസ്റ്റർ കാല ചിന്തകൾ സഭാ നേതൃത്വം കാണാതെ പോകരുത്. കർത്താവിന്റെ സഭയെ സമവായ ചന്തയിലെ വിൽപ്പന ചരക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്ന കണ്ണൂർക്കാരൻ മെത്രോപൊലിത്തായെ മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല. സത്യവിശ്വാസിക്ക് പരിശുദ്ധ കുർബാന കിട്ടാൻ ഇടവക പള്ളിയിൽ ഒരടി സ്ഥലമില്ല. ഓരോ ഇടവകയെയും ഇല്ലിസിറ്റ് പാതിരകൾ ബാബേൽ ഗോപുരമാക്കി തീർത്തിരിക്കുകയാണ്. ആഗോള കത്തോലിക്ക സഭയ്ക്കെതിരെ അവർ വാളെടുത്ത് വെളിച്ചപ്പാടിനെ പോലെ തുള്ളുകയാണ്. കുഞ്ഞാടുകളെ ആത്മീയ ബന്ധനത്തിലാക്കി അവർ ആറാടുകയാണ്. ഇല്ലിസിറ്റ് ചിന്തകൾ അവരുടെ ശിരസുകളെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും സമവായ തോട്ടിക്കൊണ്ട് നടക്കുന്ന പാംപ്ലാനി മെത്രോപൊലിത്തയെ അങ്ങേപോലെ ഉള്ളവരെ നോക്കിയാലേ 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് യേശുനാഥൻ പ്രവചിച്ചത് കാറ്റത്ത് ഉലയുന്ന ഞാങ്ങണകൾ എന്ന്. സഭയെ സ്നേഹിച്ച അധികാരികളെ വിശ്വസിച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിത്തിരിച്ച വിശ്വാസികൾ നിരാശയിലാണ്. ഈ ഈസ്റ്ററും ഞങ്ങൾക്ക് നിഷേധിച്ച ഇല്ലിസിറ്റ് ഇടവികാരിയെ നിങ്ങൾ വൈദികനാകാതിരുന്നുവെങ്കിൽ എത്ര ഭാഗ്യം. ഇതാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പ്. സിനഡിന്റെ സർക്കുലർ ഇറങ്ങിയിട്ട് 40 മാസങ്ങൾ തികയുകയാണ്. എന്നിട്ടും ഇനിയും പിതാക്കന്മാർക്ക് അംശവടിയും തൊപ്പിയും ചുമന്ന അരപ്പട്ടയും ഒക്കെ ഉണ്ടായിട്ടും ഇന്ന് വരെ അവരുടെ തീരുമാനം നടപ്പിലാക്കി സീറോ മലബാർ സഭ അപ്പോസ്തോലികമാണ്, കെട്ടുറപ്പുള്ള സഭയാണ് എന്ന് സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. അവസാനം സമവായവും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തിന് ഏകീകൃത കുർബാന ഇല്ലിസിറ്റ് ആണ് എന്ന് സ്ഥാപിക്കാനാണോ? അങ്ങനെ ഈ പ്രശ്നത്തെ എന്നേക്കുമായി പരിഹരിക്കാം എന്നായിരിക്കാം ചിന്ത. അതൊന്നും നടക്കില്ല എന്ന് പുറകെ മനസ്സിലാകുന്നതായിരിക്കും. പൗരസ്ത്യ സഭയായ സീറോ മലബാർ സഭ ഇടവക കേന്ദ്രീകൃതവും പള്ളിയോഗാധിഷ്ഠിതവുമായ ഭരണരീതികളിൽ നിന്നും മാറി റോമൻ സഭയുടെ മെത്രാൻ കേന്ദ്രീകൃതമായ അധികാര ഘടനയാണ് പിന്തുടരുന്നത്. പള്ളിയോഗ കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനം ആയിരുന്നുവെങ്കിൽ ഇന്ന് എറണാകുളം അങ്കമാലി വിവിധ കഷ്ണങ്ങളായി വിഭജിക്കപ്പെടുമായിരുന്നു. കാരണം സഭയോട് അടുത്ത് നിൽക്കണമെന്നോ വേണ്ടയോ എന്നത് ഇടവകയുടെ മാത്രം തീരുമാനമാകും. ഒരൊറ്റ സഭയായി കത്തോലിക്ക സഭ നിലനിൽക്കുന്നത് അപ്പോസ്തോലിക പിന്തുണച്ച പ്രകാരമുള്ള മെത്രാൻ കേന്ദ്രീകൃതമായ ഭരണഘടനാ രീതി കൊണ്ടാണ്. അൽമായർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പങ്കാളിത്തം ലഭിക്കുമ്പോഴും പള്ളി യോഗങ്ങളുടെ ഒരു ബലഹീനത കുടുംബാധിത്യങ്ങളും നെപ്പോട്ടിസവുമാണ്. നിലവിലെ ഭരണ സംവിധാനത്തിൽ മെത്രാൻ കൂട്ടായ്മയിലൂടെ കൈവരുന്ന ഏകോപനവും സ്ഥിരതയും സഭയുടെ കെട്ടുറപ്പിനെ സഹായിക്കുന്നുമുണ്ട്. എറണാകുളം അങ്കമാലി വൈദിക ലഹള ഈ ഭരണ സംവിധാനത്തിന്റെ ദൗർബല്യങ്ങൾ വെളിവാക്കുകയാണ്. അധികാരസ്ഥാനം മെത്രാനാണെങ്കിലും അതിന് കരുത്തു പകരുന്നത് അൽമായരുടെ വിശ്വാസവും വിധേയത്വവുമാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് മെത്രാന്റെ അധികാരത്തെ നിഷ്ഫലമാക്കാൻ വിമത വൈദികർ ആ വിശ്വാസത്തെയും വിധേയത്തെയും തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. മെത്രാന്റെ സഭാപരമായ അധികാരം ജനങ്ങളെ അണിനിരത്തി കവരാനുള്ള ശ്രമം വൈദിക കേന്ദ്രീകൃതമായ ഒരു ഘടനയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കൂട്ട ഉത്തരവാദിത്വം നഷ്ടപ്പെട്ട മെത്രാൻ സിനോഡിനോടുള്ള ചിലർ അവർക്കൊപ്പം കൂടിയപ്പോൾ തകർക്കപ്പെട്ടത് സഭയുടെ കെട്ടുറപ്പാണ്. ആരും ഒന്നും മിണ്ടരുതെന്ന് തിട്ടൂരമിറക്കി വിമതർക്ക് കീഴടങ്ങി ഏച്ചുകെട്ടുകൾ നടത്തിയാൽ അത് ഇതര രൂപതകളിൽ ഉയർത്തിവിടുവാനുള്ള ഭരണ പ്രതിസന്ധി ചെറുതായിരിക്കില്ല.